ഹായ് ട്രേഡേഴ്സ്, നിഫ്റ്റി ട്രേഡിങ്ങിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ ഒരു ചാർട്ടിനെ നോക്കിക്കാണുന്നു, ഞാൻ എങ്ങനെ ഒരു ട്രേഡ് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു എൻട്രി എവിടെ എടുക്കണം, അതുപോലെ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, ഞാൻ എന്ത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ലൈവ് വീഡിയോ ആണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പണായി ഏകദേശം 4-5 ക്യാൻഡിലായതേ ഉള്ളൂ. മാർക്കറ്റ് ഇത് ഓപ്പണായത് ഒരു ഗ്യാപ്പ് അപ്പിലാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടി. മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിലാണ് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന്. എന്തായാലും നമുക്കൊന്ന് പിയുടെ റേറ്റ് ഒന്ന് നോക്കാം. പുട്ട് ഓപ്ഷൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പോൾ 24,100 മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 24,100 എന്നതിൻ്റെ പി ഇയുടെ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഏകദേശം 147 എന്നുള്ള റേഞ്ചിലാണിപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ഉള്ളത്. ഇത് നോക്കുന്നത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഏത് ലെവലിലാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് നോക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ താഴോട്ടൊരു റെഡ് ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു താഴോട്ടുള്ള ഒരു ട്രേഡ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. പക്ഷേ ആയിട്ടില്ല. കാരണം ഇവിടെ മാർക്കറ്റിൻ്റെ ആ ഒരു ഇന്നത്തെ ആ ഒരു ലോ തന്നെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. നമുക്കെന്തായാലും ആ ഒരു ലോ ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്യാം. ഞാനൊരു ബ്ലൂ ലൈൻ ഇട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഈ ഒരു ക്യാൻഡിൽ ആ ഒരു ലൈനിൽ താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു ട്രേഡ് എടുക്കാം, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അതല്ല, നമുക്ക് അടുത്ത ക്യാൻഡിലിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാം. കാരണം ഒരിക്കലും ഒരു ട്രേഡിൽ ചാടി കയറരുത്. കാരണം അങ്ങനെ ചാടി കയറിയാൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവൂ. മാർക്കറ്റ് ഈ ഒരു ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 24,100 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ തന്നെയാണ്. അതിൻ്റെ മേലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ലൈവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ലാഗ് ഉണ്ടായേക്കാം, നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് പഠിക്കണം എന്നുള്ളൊരു മനസ്സ് എപ്പോഴും ഉണ്ടാവണം. അതുപോലെ ഒരു ട്രേഡിൽ ചാടി കയറാതിരിക്കുക. എപ്പോഴും ഒരു ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഏത് നിമിഷവും ക്യാൻഡിൽ റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇവിടുന്ന് തന്നെ ഒരു പി എടുക്കുന്നില്ല എന്നുള്ളതിന് നമുക്ക് മുമ്പിലുള്ള ഉത്തരം എന്ന് വെച്ചാൽ, അവിടെ തന്നെ ആയിട്ടാണ് 20 MA ഒരു ലൈൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏത് നിമിഷവും ഒരു സപ്പോർട്ട് എടുക്കാം. അതുപോലെ തന്നെ തൊട്ട് താഴെ തന്നെ നമുക്ക് പിവറ്റ് പോയിൻ്റ് ലൈനുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഡേ ലോയും അവിടെയാണ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വരുന്നത് കണ്ടാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് താഴോട്ട് എടുക്കാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല എന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് ഇപ്പോൾ അതിൻ്റെ ഇന്നത്തെ ലോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഒരു റിവേഴ്സലാണോ അല്ല ലോ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ നമുക്ക് നോക്കേണ്ട കാര്യം. ഓർക്കുക, ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ്. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ക്യാൻഡിൽ പോകുന്നത് കണ്ടാൽ അത് ക്ലോസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കുക. ക്ഷമയാണ് ഈ ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കണ്ടോ, ആ ഒരു റെഡ് ക്യാൻഡിൽ റിവേഴ്സ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കൂടാതെ അഥവാ റിവേഴ്സ് ആയിട്ടില്ലെങ്കിൽ തന്നെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കെന്തായാലും ഒന്ന് സിഇൻ്റെ പ്രൈസ് കൂടി ഒന്ന് വാച്ച് ചെയ്യാം. നമുക്ക് ഇപ്പം മാർക്കറ്റ് 24,100 ആ ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് 24,100 തന്നെ സിഇ നോക്കാം എത്രയാണെന്നുള്ളത്. മാർക്കറ്റിൽ 24,100 സിഇയുടെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. ഏകദേശം 117 ആണിപ്പോൾ ഉള്ളത്.
മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ട്. അത് സെയിം സ്പോട്ടിൽ വെച്ച്, അതായത് നമ്മുടെ ഇന്നത്തെ ഡേ ലോയിൽ വെച്ച് മാർക്കറ്റ് റിവേഴ്സായി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയൊരു ബുള്ളിഷ് പിൻബെയർ ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു സി പോകാനുള്ള എല്ലാ സ്കോപ്പും ഞാൻ കാണുന്നുണ്ട്. അതായത് നമുക്കൊരു വലിയൊരു ബുള്ളിഷ് പിൻബെയർ ക്യാൻഡിലാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് സ്പോട്ടിൽ നിന്ന് തന്നെ ഒരു സി ട്രേഡ് പഞ്ച് ചെയ്യാം. അതല്ല ഒരു താഴോട്ടുള്ള ഒരു മിഡിലായിട്ട് വരുന്ന ഒരു റെഡ് ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അടുത്തൊരു ക്യാൻഡിലും കൂടി വെയിറ്റ് ചെയ്യാം. അതായിട്ടും ഒരു 10 സെക്കൻഡ് കൂടി 15 സെക്കൻഡ് കൂടിയേ ഉള്ളൂ ഒരു ക്യാൻഡിൽ ക്ലോസിന്. എപ്പോഴും ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സിയുടെ വില ഏകദേശം 120 റുപ്പീസാണുള്ളത്. അതെ, ഏകദേശം ഒരു ബുള്ളിഷ് പിൻബെയർ ക്യാൻഡിൽ തന്നെയാണ്. നമുക്കൊരു എൻട്രി പോകാം, 120 റുപ്പീസ് എൻട്രി എടുക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം ഇന്നത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ നമുക്ക് SL വെക്കാം. ഹൈ നമുക്ക്, അതായത് നമുക്ക് ടാർഗറ്റ് നമുക്ക് ഇന്നത്തെ ഹൈ ആയിട്ട് വെക്കാം. ഏകദേശം 1.53 ആണെന്ന് തോന്നുന്നു റിസ്ക് റിവാർഡ്. അതുപോലെ നമുക്ക് ഓപ്ഷൻ്റെ ചാർട്ടിലും അത് സെറ്റ് ചെയ്യാം. നമുക്കത് ഇന്നത്തെ ഹൈ ഏകദേശം ഹൈ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു 1.5 എന്ന ആ ഒരു റേഞ്ചിലാണല്ലോ നമ്മൾ നിഫ്റ്റിയിൽ വെച്ചത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഇന്നത്തെ ലോ എവിടെയാണ് ഉണ്ടായത് അത് നമുക്ക് ഓപ്ഷൻ ചാർട്ടിൽ വെക്കാം. ഇന്നത്തെ 1.53 ആണ്. അപ്പോൾ അതിൻ്റെ ലെവലിൽ തന്നെ നമുക്കിതും വെക്കാം. ഓപ്ഷൻ്റെ ചാർട്ടിൽ അത് ഇന്നത്തെ അത് ലെവലിൽ തന്നെ വെക്കാം. ഏകദേശം 1:5 ആണ് നമ്മൾ റിസ്ക് റിവാർഡ് വരുന്നത്. അതായത് 10 പോയിൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് പിന്നെ നമ്മുടെ അതിൻ്റെ ഹൈയിലേക്ക് എത്തുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡ് മാത്രമാണ്, നമുക്ക് നോക്കാം. പ്രത്യേകം ഓർക്കുക, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സ്റ്റോക്ക് വാങ്ങലും വിൽക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. 24,100 ടച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇപ്പം 6 പോയിൻ്റ് ലാഭത്തിലേക്കാണുള്ളത്. 8 പോയിൻ്റ് ലാഭത്തിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. 24,100 ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ 10 പോയിൻ്റിൻ്റെ അടുത്ത് ലാഭം കിട്ടിയിട്ടുണ്ട്. ഒരു 15 പോയിൻ്റൊക്കെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഒരാൾ 2 ക്വാണ്ടിറ്റി 2 ലോട്ട് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലോട്ട് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു ലോട്ട് എന്ത് ചെയ്യാം, ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് മാറ്റി നമുക്ക് ടാർഗറ്റ് കൂട്ടി വെക്കാം. നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് എത്തിയ ഒരു ട്രേഡ് നഷ്ടത്തിലേക്ക് ക്ലോസ് ആക്കാതിരിക്കുക. മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ല, നമ്മുടെ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. 136 ആ ഒരു റേഞ്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ലോട്ട് ബുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം, നമ്മുടെ ബൈയിങ് പ്രൈസിലേക്ക് മാറ്റി നമുക്ക് നമ്മുടെ ടാർഗറ്റ് കുറച്ചും കൂടി കൂട്ടാം. ഞാൻ ഒരു ലോട്ട് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലോട്ടിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ലോട്ട് ഞാൻ എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ റേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിന് എനിക്ക് നഷ്ടമൊന്നുമില്ല. കാരണം വെച്ചാൽ എന്താ, എൻ്റെ ബൈയിങ് പ്രൈസിലേക്ക് SL ഞാൻ മാറ്റി. എനിക്കിപ്പോൾ ബൈയിങ് പ്രൈസും SLും സെയിം ആണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് ടച്ച് ചെയ്യാൻ തന്നെ എനിക്ക് പ്രശ്നമില്ല, നഷ്ടമൊന്നുമില്ല. ഓൾറെഡി 1 ലോട്ട് പ്രോഫിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്.
എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചാൽ പിവറ്റ് പോയിൻറ്റിൻ്റെ റെസിസ്റ്റൻസ് വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 142 ആ ഒരു ലെവൽ, ഇന്നത്തെ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ആ ഒരു റേഞ്ച് ആ ഒരു ലെവലിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ക്ഷമയാണ് ഏറ്റവും പ്രധാനം. ക്ഷമ, ഡിസിപ്ലിൻ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ വിജയിക്കാൻ കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റലും പോയി ഇരിക്കാം. ട്രേഡ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും പല ഇൻഡിക്കേറ്ററും പല സ്ട്രാറ്റജിമെല്ലും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാൻ പ്യുവർലി ഈ പ്രൈസ് ആക്ഷൻ മെത്തേഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാത്തിലും ലോസ് കിട്ടും, എല്ലാത്തിലും പ്രോഫിറ്റും കിട്ടും. ഈ കിട്ടുന്നതൊക്കെ നമ്മുടെ ക്ഷമയും നമ്മുടെ ഡിസിപ്ലിനും കൊണ്ട് മാത്രമാണെന്നേ ഞാൻ പറയൂ. ഈ ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു എനിമിയാണ് DK എന്ന് പറഞ്ഞ എഫക്റ്റ്. അതായത് മാർക്കറ്റ് മൂവ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ പ്രീമിയം പ്രൈസ് താഴോട്ട് വരും. അതായത് മാർക്കറ്റിൽ മൊമെൻറ്റം ഇല്ലാത്ത മൂവ്മെൻറ്റ്, അതായത് മാർക്കറ്റ് മൂവ് ആകും, നിഫ്റ്റി മൂവ് ആകും, മുകളിലേക്ക് മൂവ് ആയി കഴിഞ്ഞാൽ, പക്ഷേ ആ പോകുന്നത് വളരെ പതുക്കെ, ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി, പിന്നെ ആദ്യം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കി, അങ്ങനെ ഒരു സ്മോൾ ആയിട്ടുള്ള, അതായത് വളരെ ഒരു മൊമെൻറ്റം ഇല്ലാത്ത മൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം ചാർട്ട് എന്ത് ചെയ്യും, താഴോട്ടേ വരുള്ളൂ. നമുക്കതിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല, ഒരു മൂവ്മെൻറ്റ് കിട്ടില്ല. അതാണ് ഏറ്റവും ഈ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു. മാർക്കറ്റ് നമ്മുടെ സൈഡിലേക്ക് തന്നെ പോകുന്നുണ്ട്. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് മാർക്കറ്റ്. നമുക്ക് നോക്കാം മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് തരുന്നത് എന്നുള്ളത്. ഓൾറെഡി നമുക്ക് 1 ലോട്ട് പ്രോഫിറ്റ് തന്നു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ലോട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. എൻട്രി പ്രൈസ് തന്നെയാണ് എൻ്റെ SL ഉള്ളത്. നമുക്ക് നോക്കാം മാർക്കറ്റ് എന്താണ്, എവിടെ വരെ പോകുമെന്നുള്ളത്. ഈ ഒരു ക്യാൻഡിലുണ്ടോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ അടുത്ത് നിന്ന് ഒരു ചെറിയൊരു പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അത് അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് പിന്നെയും എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ 135-നായിരുന്നു സെല്ലാക്കിയത്, 136 എത്തി. അതായത് 15 പോയിൻറ്റ്. ഞാനെപ്പോഴും എൻ്റെ ഫസ്റ്റ് ലോട്ട് 1000 രൂപ എപ്പം കാണുന്നോ അന്നേരം സെല്ലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. മാർക്കറ്റ് മേലോട്ട് പോകുന്നുണ്ട്. 140 എത്താനായി. ഞാൻ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. വലിയ പ്രോഫിറ്റ് അത് ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ വല്ലപ്പോഴും മാത്രമാണ്. കാരണം നമുക്ക് വേണ്ട ചെറിയ പോയിൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം പിന്നെയും ഓവർ ട്രേഡ് ചെയ്താൽ നമ്മുടെ ക്യാപിറ്റൽ അടിച്ചു പോകുന്നുള്ളത് മാത്രമാണ് മാർക്കറ്റിൽ ഇതുവരെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ചരിത്രം. നമ്മുടെ മാർക്കറ്റ് ഇന്നത്തെ ഹൈയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ 142 എന്നുള്ള ടാർഗറ്റും അച്ചീവ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് R2 വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയാണ്. നിഫ്റ്റി ഏകദേശം 24,129 വരെ പോകാനുള്ള ചാൻസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായിട്ടും നോക്കാം. നമ്മുടെ ഞാൻ എക്സിറ്റ് ആയിരിക്കുന്നു. കാരണം എൻ്റെ 142 എന്നുള്ള ഒരു റേഞ്ച്, അതായത് എൻ്റെ ടാർഗറ്റ് അച്ചീവായി, ഞാൻ അവിടുന്ന് എക്സിറ്റായി. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, എന്തായാലും വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു.